Good morning. എല്ലാവർക്കും അക്കാഡമിയുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രിയെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രോ കെമിസ്ട്രിയിൽ പേര് പോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള പേര് രണ്ട് എനർജികളുടെ ഇന്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി. അതിൽ ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള രണ്ട് റിലേഷൻഷിപ്പാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നതെന്നും അതുപോലെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു. അതിന് നമ്മളതിൽ ഒരു ഏരിയ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്? ആ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സംവിധാനത്തെ ഗാൽവനിക് സെൽ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഗാൽവനിക് സെല്ല് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗാൽവനിക് സെല്ലിന് രണ്ട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിലൊരു കമ്പാർട്ട്മെൻറ്റ് ഒരു ബീക്കർ ആനോഡും മറ്റൊരു ബീക്കർ കാഥോഡുമാണ്. രണ്ട് ബീക്കറിനെ നമ്മൾ കണക്ട് ചെയ്തു. ഇനി വീണ്ടും ആ പടമൊന്നും നമ്മൾ വരയ്ക്കുന്നില്ല. വേണേ റെപ്രസെൻറ്റേറ്റീവായിട്ട് ചുമ്മാ ഒരു ബീക്കർ രണ്ടെണ്ണം വരച്ചേക്കാം. എല്ലാവരും വ്യക്തമായിട്ട് കണ്ടതാണ്. രണ്ട് ബീക്കർ വരയ്ക്കുന്നു. ആ ബീക്കറിലേക്ക് രണ്ട് മെറ്റാലിക് റോഡ് ഡിപ്പ് ചെയ്യുന്നു. അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുന്നു. ഏത് എക്സാമ്പിളാണ് പറഞ്ഞത്? നമ്മൾ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇത് രണ്ടുപേരെ റോഡ് ടു വഴി കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത ലെഫ്റ്റ് സൈഡിലെ സംവിധാനത്തെ, ലെഫ്റ്റ് സൈഡിലെ ആ സെറ്റപ്പിനെ ആനോഡ് എന്ന് വിളിക്കുന്നു, റൈറ്റ് സൈഡിലെ കാഥോഡ് എന്ന് വിളിക്കുന്നു. നമ്മളൊന്ന് ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചു. LOAN, ലോൺ എന്ന ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചു. എന്തായിരുന്നു ലോണിന്റെ ഫുൾ ഫോം? ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്ന ഇലക്ട്രോൺ ആനോഡ് ആയിരിക്കും. അതാണ് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് ആനോഡ്, ഇത് കാഥോഡ്. നമ്മൾ ആനോഡിലെ റിയാക്ഷൻ ഒക്കെ അത് പറഞ്ഞു. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷന്റെ ജനറൽ ഫോർമുല ഇങ്ങനെ നമ്മൾ പറഞ്ഞു: M++N. അതായത് സിങ്കിന്റെ കേസ് ആണെങ്കിൽ Zn gives Zn2++2 ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, Zn2++2 ഇലക്ട്രോൺ. ദെൻ കാഥോഡിന്റെ കേസിൽ ഇത് ആനോഡാണ്. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. കാഥോഡിന്റെ കേസിൽ റിഡക്ഷൻ ആണ്. റിഡക്ഷന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതി? Mn++N ഇലക്ട്രോൺ gives M എന്നാണ് എഴുതി. M സ്റ്റാൻഡ്സ് ഫോർ മെറ്റൽ. M മെറ്റലിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ കോപ്പറിന്റെ എക്സാമ്പിൾ എഴുതി. കോപ്പറിന്റെ എക്സാമ്പിളിൽ Cu2++2 ഇലക്ട്രോൺ gives C. എഴുതിയിരിക്കുന്ന കുറച്ച് സൈസ് കുറവാണ്. നമ്മുടെ ലാസ്റ്റിൽ പഠിച്ചതായതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. എല്ലാവരും നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി മാത്രം എഴുതുന്ന. അപ്പോൾ ആനോഡായി, കാഥോഡായി. പിന്നെ നമ്മളിതിൽ നിന്ന് ഈ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പഠിച്ചു. ഓവറോൾ റിയാക്ഷൻ എങ്ങനെ എഴുതുന്നത്? ഓവറോൾ റിയാക്ഷൻ എഴുതാൻ ലെഫ്റ്റ് സൈഡും കമ്പൈൻ ചെയ്യണം. Zn+Cu2++2 ഇലക്ട്രോൺ ഗീവ്സ്. ഈ റൈറ്റ് സൈഡ് നമ്മൾ കമ്പൈൻ ചെയ്യണം. Zn2++2 ഇലക്ട്രോൺ പ്ലസ് C. 2 ഇലക്ട്രോണും ക്യാൻസൽ ആയി പോയി. ബാലൻസ് Zn+Cu2+ ഗീവ്സ് Zn2++C. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഗാൽവനിക് സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു സെൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു സെൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സെൽ റെപ്രസെന്റേഷന് വേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നു. അതിൽ ഫസ്റ്റ് Zn എന്തായിട്ട് മാറി? Zn2+ ആയിട്ട് മാറി. അത് കഴിഞ്ഞ് ഡബിൾ സ്ലാഷ് ഇട്ടു. ഡബിൾ സ്ലാഷ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? സോൾട്ട് ബ്രിഡ്ജിനെ സൂചിപ്പിക്കും. സോൾട്ട് ബ്രിഡ്ജിനെ സൂചിപ്പിക്കും. ഇതാണ് സോൾട്ട് ബ്രിഡ്ജിനെ സൂചിപ്പിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കാഥോഡിന്റെ റിയാക്ഷൻ. കാഥോഡിന്റെ റിയാക്ഷൻ ആദ്യത്തെ Cu2+/C. സിങ്ക് സോളിഡ് സ്റ്റേറ്റിലാണ്. Zn2+ അയോണിക് സ്റ്റേറ്റിലാണ്. AQ എന്നാണ് എഴുതുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ എഴുതിയത് നിങ്ങൾക്ക് ചെറുതായിട്ട് എഴുതിയിട്ട് വായിക്കാൻ പറ്റത്തില്ല. അത് AQ എന്നാണ്. AQ സ്റ്റാൻഡ്സ് ഫോർ അക്വസ്. AQ എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിലുള്ള അയോൺസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് അക്വസ് എന്നാണ്. അപ്പൊ നമ്മൾ അയോൺസിന്റെ താഴെയെല്ലാം AQ എന്നാണ് എഴുതുന്നത്. AQ. ഓക്കെ, ഇതാണ് സെൽ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലെ ചെറിയൊരു ഓർമ്മ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഫിഗറിൽ
ഈ ഫിഗറിൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പോയാൽ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്? കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. തിരിച്ചായിരിക്കും ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിന്റെ ഫ്ലോ? കറണ്ടിന്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഗാൽവനിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഗാൽവനിക്സിൽ സിങ്ക് ആനോഡും കോപ്പർ കാഥോഡും ആണ്. സിങ്ക് ആനോഡും കോപ്പർ കാഥോഡ്. സിങ്ക് ആനോഡും കോപ്പർ കാഥോഡ്. സിങ്ക് ആനോഡും കോപ്പർ കാഥോഡുമായിട്ട് വരുന്ന സെല്ലിനെ മാത്രം എന്ത് വിളിക്കും? ഡാനിയൽ സെൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡാനിയൽ സെൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ ഒന്ന് രണ്ട് പുതിയ വേർഡുകളൊക്കെ പറഞ്ഞു. പൊട്ടൻഷ്യൽ എന്ന വാക്കിനെ കുറിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നു. ഓക്കെ, പൊട്ടൻഷ്യൽ എന്താണ്? പൊട്ടൻഷ്യൽ എന്ന വാക്കിൻ്റെ മീനിങ് ടെൻഡൻസി എന്നാണ്, പ്രവണത, ടെൻഡൻസി. നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ട് തരം റിയാക്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. സിങ്ക് Zn2++2 ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. പ്ലസ് 1 പഠിച്ചാണ്. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? ഓക്സിഡേഷൻ. ആ ലോൺ എന്ന ഷോർട്ട് ഫോമിൽ ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് എന്നാണ് പറഞ്ഞത്. ലെഫ്റ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ആനോഡ്, ആനോഡിൽ എന്ത് നടക്കും? ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ നടന്നു, കോപ്പർ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു, കോപ്പറിന് റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അപ്പോൾ ഈ വരച്ചേക്കുന്ന രണ്ട് ബീക്കറിൽ, ഈ ബീക്കറിൽ ഓക്സിഡേഷനും ഈ ബീക്കറിൽ എന്ത് നടന്നു? റിഡക്ഷൻ നടന്നു. അപ്പോൾ ഇത് രണ്ടിനോട് ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇത് ക്ലിയർ ആയി. സിങ്കിന് ഏത് റിയാക്ഷൻ നടത്താനുള്ള പ്രവണത, താല്പര്യമാണ്? ഏത് റിയാക്ഷൻ നടത്താനുള്ള പ്രവണതയാണ്? നോക്കിയിട്ട് പറയും. സിങ്ക് ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് ഓക്സിഡേഷൻ എന്നാണ്. അപ്പോൾ സിങ്കിന് ഏത് പൊട്ടൻഷ്യലാണ്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. Cu2+ എന്ന് പറയുന്ന ആൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. അപ്പോൾ കോപ്പർ അയോൺസിന്, Cu2+ അയോൺസിന് ഏത് പൊട്ടൻഷ്യലാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ എത്ര വിധം? രണ്ട് വിധം. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസിയെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും വിളിക്കും. അതാണ് രണ്ട് പൊട്ടൻഷ്യൽ. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചൊന്ന് പൊട്ടൻഷ്യലിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാം. അപ്പോൾ ആ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ബോർഡിന്റെ സൈഡിൽ ഈ ബോക്സിനകത്ത് കുറച്ച് ആൾക്കാരെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ ഫോം പരിചയപ്പെട്ടായിരുന്നു. ഇതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്നാണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്നാണ്. എല്ലാവരും ആ ബോർഡിനോട് നോക്കി. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഏറ്റവും ടോപ്പിൽ ആരാണ്? ലിഥിയം. ഓക്കെ, എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ബോർഡിൽ സ്ഥലക്കുറവുള്ളതുകൊണ്ട് എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചിട്ടില്ല. നിങ്ങൾക്ക് പ്ലസ് 2 ടെക്സ്റ്റ് കിട്ടുമ്പോൾ അതിനകത്ത് വലിയൊരു പേപ്പറിനകത്ത്, ഒരു ഫുൾ പേപ്പറിനകത്ത് എല്ലാ എലമെന്റുകളുടെയും ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ പൊസിഷൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ക്ലാസ്സിന് ആവശ്യമായ കുറച്ച് എലമെന്റുകളാണ് എടുത്തിരിക്കുന്നത്. ലിഥിയം, ബേരിയം, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ. ഇതിനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്, ക്രോമിയം ഉണ്ട്, ടിൻ ഉണ്ട്, ലെഡ് ഉണ്ട്. അതൊന്നും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അയൺ കഴിഞ്ഞ ഹൈഡ്രജൻ, ദെൻ കോപ്പർ, ദെൻ സിൽവർ, അതിന് താഴോട്ട് ഗോൾഡ്, പ്ലാറ്റിനം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഇത്രയും ആൾക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് ഈ റിയാക്ടിവിറ്റി സീരീസ് സാർ ഇപ്പോൾ പറയാൻ പോകുന്നത്? റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ 1ാം റാങ്ക് കൊടുത്തേക്കുന്ന ആൾക്കാർക്ക് അവർ നന്നായിട്ട് പഠിക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. അപ്പോൾ ടോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് റിയാക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ടോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. അതിന് 1ാം റാങ്കുകാർക്ക് നല്ലപോലെ പഠിക്കുന്ന പോലെ എല്ലാ മത്സരങ്ങളിലും 1ാം സ്ഥാനത്തെത്തുന്ന ആൾക്കാർ ആ മത്സരത്തിലെ എന്താണ് ഏറ്റവും മിടുക്കരായിരിക്കും. അപ്പോൾ ഈ റിയാക്ടിവിറ്റി സീരീസിലും ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാർ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരായിരിക്കും. വെളിയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2, 3, 4, 5, 6 പൊസിഷനിലേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. ഇപ്പോൾ സംശയം വരും, സാർ ഈ റിയാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലായല്ലോ? നമുക്ക് ഈ ഗാലറി സെല്ലിൽ ആകെ എത്ര റിയാക്ഷൻസേ ഉള്ളൂ? 2 റിയാക്ഷൻ. ഏതൊക്കെയാണ്? ആനോഡ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ വരച്ചേക്കുന്ന കമ്പാർട്ട്മെന്റിന് ഓക്സിഡേഷനും കാഥോഡ് എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ വരച്ചേക്കുന്ന കമ്പാർട്ട്മെന്റിന് റിഡക്ഷനുമാണ്. അതിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കി. ആനോഡിൽ ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. കാഥോഡിൽ റിഡക്ഷൻ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. ഇപ്പോൾ രണ്ടും കൂടെ പഠിക്കാൻ വേണ്ടി നമ്മളൊന്ന് ചിന്തിച്ചാൽ
ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണോ ആദ്യം നടക്കുന്നത്? എല്ലാവർക്കും അറിയാം ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? ഓക്കെ, ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് എഴുതാം, ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് എന്താ നടക്കുന്നത്? റിഡക്ഷൻ ആണ്. ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യും. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇലക്ട്രോണിന്റെ റിലീസിങ് പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. ആ റിലീസ് ചെയ്ത ഇലക്ട്രോണാണ് ഇപ്പോഴത്തെ ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലാർക്കായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ? ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാർക്കായിരിക്കും മേടിക്കുന്ന ആൾക്കാർക്ക്. ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ചുമ്മാ പറയും കൊടുത്താലല്ലേ മേടിക്കാൻ പറ്റും, ശരിയല്ലേ? ഒരാൾ കൊടുത്താലേ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നടക്കുന്ന പ്രക്രിയ കൊടുക്കലാണ്, പിന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കുന്ന പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനിൽ ആദ്യം നടക്കുന്ന ഓക്സിഡേഷനാണ്. ആദ്യം എത്തുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. ഇതെല്ലാം ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യം എത്തുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നടക്കുന്ന പ്രക്രിയ ഏതാണ്? ഓക്സിഡേഷൻ. അതിന് തൊട്ട് ഓക്സിഡേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എന്ത് നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ചിന്തിച്ചറിയാം, ഈ ഒന്നാമതിരിക്കുന്ന ആൾ, ആദ്യം ഇരിക്കുന്ന ആൾ ഏത് പ്രക്രിയക്ക് വിധേയനായിരിക്കും? ഏത് പ്രക്രിയക്ക് വിധേയനാകാനായിരിക്കും താല്പര്യം കൂടുതൽ? കിട്ടിയോ? നമ്മുടെ ഗാൽവനിക് സെല്ലിൽ 2 റിയാക്ഷൻസേ ഉള്ളൂ. റിഡോക്സ് റിയാക്ഷൻ എന്നാണ് അതിൻ്റെ പേര്. അതിലൊരെണ്ണം ഓക്സിഡേഷനും മറ്റൊന്ന് റിഡക്ഷനും. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ചുമ്മാ ചോദിച്ചാൽ റിഡക്ഷൻ ഇലക്ട്രോണിനെ മേടിക്കുന്നു, ഓക്സിഡേഷൻ ഇലക്ട്രോണിനെ കൊടുക്കുന്നു. കൊടുത്താലേ മേടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നടക്കുന്ന പ്രക്രിയ ഓക്സിഡേഷൻ. ആദ്യം എത്തുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് പ്രൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പ്രൈസിലിരിക്കുന്ന, ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് എന്ത് റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ? ഓക്കെ, ഓക്സിഡേഷൻ. ഓക്സിഡേഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഈ മോളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓക്സിഡേഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അപ്പോൾ എൻ്റെ ചോദ്യം, താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ? അതിപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആണ്. മേളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓക്സിഡേഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതലെങ്കിൽ താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് റിഡക്ഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ, ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, പൊട്ടൻഷ്യലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ മേളിലിരിക്കുന്ന ആൾക്കാർക്ക് ഓക്സിഡേഷൻ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് റിഡക്ഷൻ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അപ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, മേളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലും താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. എല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. മേളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലും താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ടും കൂടെ ഇങ്ങനെ പറയണമെന്നില്ല. അപ്പം ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടിയ ആളാണ് ലിഥിയം. പിന്നെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്പം കുറവാക്കാം ബേരിയം. പിന്നീട് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാക്കാം സോഡിയം. അപ്പോൾ എങ്ങനെ പറയാം? നമുക്ക് ആ ട്രെൻഡ് മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഏത് പൊട്ടൻഷ്യൽ കുറയുന്നു എന്ന് പറയാം? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. കിട്ടിയോ? മേളിൽ താഴേക്ക് വരുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പം തിരിച്ചും കൂടെ പറയാമല്ലോ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടും. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ മേളിൽ താഴേക്ക് വരുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറയുന്നു, പകരം റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു. കിട്ടിയോ? കിട്ടിയോ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറയുന്നു, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുന്നു. ഇപ്പോൾ കെമിസ്ട്രിയിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആണ്. അതിൻ്റെ ഉത്തരം, അതിൻ്റെ സംഖ്യ ഈക്വൽ ആണ്. പക്ഷെ ചിഹ്നം, സൈൻ ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായില്ല? ഒരു എക്സാമ്പിൾ, കോപ്പർ എന്ന് പറയുന്ന ആളുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ -0.34 വോൾട്ട് ആണ്. അപ്പോൾ കോപ്പർ എന്ന് പറയുന്ന ആളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ +0.34 വോൾട്ട് ആണ്. എല്ലാം മനസ്സിലായി? കോപ്പർ എന്ന് പറയുന്ന മെറ്റലിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, ഞാൻ ഈ സൈൻ ഒന്ന് മറച്ചു പിടിക്കാം. ബാക്കി നോക്കി, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ ഇത് OP ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, ഇത് RP റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെയും മാഗ്നിറ്റ്യൂഡ് സംഖ്യ എന്താണ്?
ഈക്വൽ ആണ്, പക്ഷെ സൈൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഒരാളുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ അതിൻ്റെ സൈൻ അങ്ങ് ഓപ്പോസിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തായി? റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. അത് രണ്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് മീൻസ് ഒരു മെറ്റൽ അതിൻ്റെ സൊല്യൂഷനിൽ ഇറക്കി വെച്ചേക്കുന്ന സെറ്റപ്പിന് ഉപയോഗിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്. ഈ പടത്തിൽ ഇലക്ട്രോഡ് ഉണ്ട്. സിങ്ക് സൾഫേറ്റിൽ ഇറക്കി വെച്ചേക്കുന്നു, കോപ്പർ സൾഫേറ്റിൽ ഇറക്കി വെച്ചേക്കുന്നു. ഓക്കെ. അപ്പോൾ ഒരു ഇലക്ട്രോഡിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടത്താനുള്ള ടെൻഡൻസി വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ നടത്താനുള്ള ടെൻഡൻസി വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ക്ലിയർ ആയല്ലോ? ഈ റിയാക്ടിവിറ്റി സീരീസിൽ ബോളിങ് താഴേക്ക് വരുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നു, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഇപ്പോൾ കെമിസ്ട്രിയിൽ രണ്ടും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ചായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? കൂടി വരും. അപ്പോൾ തിരിച്ചുകൂടെ പറഞ്ഞേ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരുന്ന ക്രമത്തിൽ മെറ്റൽസിനെ അല്ലെങ്കിൽ എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തേക്കുന്ന സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത് സീരീസ്? റിയാക്ടിവിറ്റി സീരീസ് അഥവാ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കും. റിയാക്ടിവിറ്റി സീരീസ് ഓർ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കും. ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ ഞാൻ ആ ഇലക്ട്രോ കെമിക്കൽ സീരീസ് മാത്രം ബോർഡിൽ വരച്ചിട്ട് ബാക്കിയുള്ള എല്ലാം തൽക്കാലത്തേക്ക് ഒന്ന് ഇറേസ് ചെയ്യുന്നു. ഇലക്ട്രോ കെമിക്കൽ സീരീസാണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇപ്പോൾ മെറ്റൽസിനെ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്ന സീരീസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ മെറ്റൽസിനെ അവയുടെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്ന സീരീസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരും. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ രണ്ടാൾക്കാരെ കമ്പയർ ചെയ്യുന്നു. മഗ്നീഷ്യത്തെയും കോപ്പറിനെയും കൂടെ കമ്പയർ ചെയ്യുന്നു. മഗ്നീഷ്യം കോപ്പറോടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മഗ്നീഷ്യം റിയാക്ടിവിറ്റി സീരീസിൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ കോപ്പറിനേക്കാൾ മുകളിലാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ പറഞ്ഞ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരുന്നതിന്റെ ക്രമത്തിലാണ് എലമെന്റുകളെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചറിയാം, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുന്നു. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസിയാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുന്നു? കൂടി വരും. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുന്നു? കൂടി വരും. മനസ്സിലായോ? അപ്പോൾ ഈ മഗ്നീഷ്യത്തെയും കോപ്പറിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മഗ്നീഷ്യത്തെക്കാൾ ഒരുപാട് താഴെയാണ് കോപ്പർ. അപ്പോൾ മഗ്നീഷ്യത്തിനാണോ കോപ്പറിനാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? ആർക്കറിയാം? എല്ലാവർക്കും അറിയാം, ഈസിയാണ്. കോപ്പറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. കാര്യം മേളിൽ താഴേക്ക് വരുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരുന്നതാണല്ലോ പറഞ്ഞത്. അപ്പോൾ കോപ്പറിനായിരിക്കും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. ഓക്കെ. അപ്പോൾ മഗ്നീഷ്യത്തിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ പുള്ളിക്ക് ഏത് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും എന്ന് വ്യാഖ്യാനിക്കാം? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെന്ന് പറയാം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മഗ്നീഷ്യത്തെയും കോപ്പറിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മഗ്നീഷ്യത്തിന് ഏത് പൊട്ടൻഷ്യൽ, കോപ്പറിന് ഏത് പൊട്ടൻഷ്യൽ? മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും കോപ്പറിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ചോദിക്കും, സാർ എന്താ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആദ്യം പറയുന്നത്? കെമിസ്ട്രിയിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അങ്ങനെ പറയാറില്ല, പകരം റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ചാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ ഭയങ്കരമായ ചൂടാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഈ ക്ലാസ്സിൽ ഒട്ടും തണുപ്പില്ല എന്ന് പറയും. ഈ ക്ലാസ്സിൽ ഒട്ടും തണുപ്പില്ല എന്ന് പറഞ്ഞാലും ഭയങ്കര ചൂടാണെന്നുള്ള ആശയം കേൾക്കുന്ന ആൾക്ക് കിട്ടത്തില്ലേ? കിട്ടും. അതുപോലെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ പറഞ്ഞില്ലെങ്കിലും ആ ആശയം റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ച് പറയാം. അപ്പൊ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. മഗ്നീഷ്യത്തെയും കോപ്പറിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മഗ്നീഷ്യത്തിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ്,
കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ മനസ്സിലെന്താ വിചാരിക്കണം, മഗ്നീഷ്യത്തിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അപ്പോൾ പുള്ളി ഓക്സിഡേഷനിൽ പങ്കെടുക്കും, പുള്ളി ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ കോപ്പർ റിഡക്ഷനിൽ പങ്കെടുക്കും, അതായത് ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ഗെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിന്തിച്ചൂടെ, മഗ്നീഷ്യവും കോപ്പറോടെ കണക്ട് ചെയ്ത് നമ്മളൊരു ഗാൽവനിക് സെൽ ഉണ്ടാക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്ന ആരായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലത്ത് വരയ്ക്കുന്ന ആരായിരിക്കും? മഗ്നീഷ്യത്തെ ആയിരിക്കും. റൈറ്റ് സൈഡിൽ ആരെ വരയ്ക്കും? കോപ്പറിനെ വരയ്ക്കും. അപ്പം ഞാൻ ഇന്ന് ഈ റിയാക്ടിവിറ്റി സീരീസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ഈ എഴുതിയിരിക്കുന്ന ഏത് രണ്ട് എലമെന്റുകളെ കമ്പയർ ചെയ്താലും, അല്ലെങ്കിൽ ഏത് രണ്ട് എലമെന്റുകളെ കണക്ട് ചെയ്താലും നിങ്ങൾക്കൊരു ഗാൽവനിക് സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലേ? പറ്റും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ഗാൽവനിക് സെല്ലിൻ്റെ ഫുൾ വേർഷൻ നിങ്ങൾ കണ്ടു. ഓരോ ബീക്കറിൻ്റെ അടിയിൽ അതിൻ്റെ റിയാക്ഷൻസ് എഴുതി, അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതി, അതിൻ്റെ ഓവറോൾ റിയാക്ഷനൊക്കെ എഴുതി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടു. ഇന്ന് ഞാനത് ഒരു 10 മിനിറ്റ് നമ്മളതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്ടിവിറ്റി സീരീസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ബുക്കിൽ. എന്നിട്ട് ആ റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ഫിഗർ ഒന്ന് റഫായിട്ട് വരച്ച് അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സെൽ. ഇപ്പോൾ ഒരാൾ മഗ്നീഷ്യവും കോപ്പറോടെ കണക്ട് ചെയ്തൊരു സെൽ ഉണ്ടാക്കി, മറ്റൊരാൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് വേറെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ലിഥിയവും ബേരിയവും കൂടെ കണക്ട് ചെയ്താലും സെൽ ഉണ്ടാവും. വേറൊരാൾ പറയുന്നത് ലിഥിയവും സിൽവറും കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇതിന് ഇഷ്ടം പോലെ കോമ്പിനേഷൻ കിട്ടും. അപ്പം ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഒരു സെല്ല് വരച്ച് അതിലെ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട സൊല്യൂഷൻ പാർട്സ് എല്ലാം രേഖപ്പെടുത്തി റിയാക്ഷൻസ് ഒക്കെ എഴുതി ഒരു സെൽ റെപ്രസെൻറ്റേഷനും കൂടി ഒന്ന് വരച്ച് വയ്ക്കുക. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ ആയി? അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് അഥവാ ഇലക്ട്രോ കെമിക്കൽ സീരീസ് മനസ്സിലായി. ഇനി സെല്ല് വരയ്ക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സാറ് റിയാക്ഷൻസ് ഒക്കെ എങ്ങനെ എഴുതേ, ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഈ എഴുതിയിരിക്കുന്ന റിയാക്ടിവിറ്റി സീരീസിലെ ആൾക്കാരുടെ അയോണിക് ഫോം കൂടെ തരാം. അയോണിക് ഫോം: ലിഥിയം 1+ ആണ്, ബേരിയം 2+, സോഡിയം 1+, മഗ്നീഷ്യം 2+, Al 3+, Zn 2+, Fe 2+, ഹൈഡ്രജൻ H+, copper Cu2+, and silver Ag1+. ഇപ്പോഴത്തേക്കും സാർ ഇങ്ങനെ എഴുതിയപ്പോൾ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വേണം അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മഗ്നീഷ്യത്തെ എഴുതാം, ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി Mg/Mg2+ എന്നാണ്. ഈ ഇങ്ങനെ എഴുതുന്നതിന് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, ഈ Mg എന്ന് പറയുന്നത്, അപ്പോൾ അതിനുമുമ്പ് ഞാൻ അതിൻ്റെ ജനറൽ ഫോമിൽ എഴുതി വയ്ക്കാൻ കേട്ടോ. ഇതാണ് ഓക്സിഡേഷൻ്റെ ജനറൽ ഫോമുല. കത്തിയല്ലോ? ഇതേ ലുക്കിൽ ഈ Mg എന്ന് പറഞ്ഞേ, അപ്പോൾ എം എന്ന് പറയുന്നത് Mg ആയിരിക്കും. അപ്പോൾ ഇതേ ലുക്കിൽ എന്ന് പറഞ്ഞേ എങ്ങനെ പറയാൻ പറ്റും? പറഞ്ഞേ Mg gives Mg2+ + 2 ഇലക്ട്രോൺ. അപ്പോൾ എൻ്റെ പ്ലസിൻ്റെ ഇപ്പുറത്ത് നടക്കുന്ന ലെറ്ററാണ് എം. അപ്പോൾ ഇവിടെ പ്ലസിൻ്റെ ഇപ്പുറത്ത് നടക്കുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ പിന്നെ തർക്കമൊന്നുമില്ല. റിഡക്ഷൻ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, Mn++ n ഇലക്ട്രോൺ gives m എന്നാണ്. അതുപോലെ തിരിച്ചെന്ന് പറഞ്ഞേ, ഇതിപ്പോൾ അങ്ങോട്ടാണ് പോയേക്കുന്നത്. Mg2+ ആയിട്ട് മാറിയതാണ് പറഞ്ഞേ. ഇത് തിരിച്ചെന്ന് പറഞ്ഞേ എങ്ങനെ പറയാൻ പറ്റും? Mg2++ 2 ഇലക്ട്രോൺ gives Mg. അപ്പോൾ ഞാൻ ഈ ബോക്സിനകത്ത് ഇക്വേഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ? ഈ ഒരു Mg/Mg2+ എന്ന ഒറ്റ ലൈൻ നോക്കിയിട്ട് മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷന്റെ ലുക്കും എഴുതാൻ നിങ്ങൾ പഠിച്ചു, മഗ്നീഷ്യത്തിന്റെ റിഡക്ഷന്റെ ലുക്കും എഴുതാൻ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ ജനറൽ ഫോർമുല ഓർമ്മ വെച്ചേക്കുന്ന കുട്ടിക്ക് ഈ എഴുതിയേക്കുന്ന ഏതൊരാളുടെയും ഓക്സിഡേഷന്റെയും റിഡക്ഷന്റെയും ഇക്വേഷൻ എഴുതാൻ ഈസിയാണ്. സംശയം നമുക്ക് പറഞ്ഞോട് നോക്കാം. അലൂമിനിയത്തെ കുറിച്ച് നോക്കാം. അലൂമിനിയം പറഞ്ഞേ, അലൂമിനിയം Al/Al3+ എന്നാണ്. ഈ ഫോർമാറ്റിൽ അലൂമിനിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ പറ്റും. Al gives Al3++ 3 ഇലക്ട്രോൺ. പിന്നെ റിഡക്ഷൻ ഇക്വേഷൻ ചോദിക്കുന്നതിന് അർത്ഥമില്ല, തിരിച്ചങ്ങ് പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് റിഡക്ഷൻ ഇക്വേഷൻ? Al3++ 3 ഇലക്ട്രോൺ gives A. ഇലക്ട്രോണിനെ റിലീസ് ചെയ്തുകൊണ്ട് ഇത് ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തുകൊണ്ട് മേടിച്ചതുകൊണ്ട് ഇത് റിഡക്ഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലത്ത് എന്ത് വിളിക്കും? ആനോഡ്. റിഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് എന്ത് വിളിക്കും? കാഥോഡ്.
അപ്പോൾ അലൂമിനിയം ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. അതല്ല അലൂമിനിയം കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ശരിക്കും അലൂമിനിയം ആനോഡും അലൂമിനിയം കാഥോഡുമായിട്ട് ആക്ട് ചെയ്യും. ഒരുമിച്ച് ആക്ട് ചെയ്തില്ല, രണ്ട് അവസരങ്ങളിൽ ആക്ട് ചെയ്യും. ഒരു കുട്ടി ബേരിയവും അലൂമിനിയവും കൂടെ തമ്മിൽ ഒരു സെല്ലുണ്ടായി. ആ കുട്ടിയെ സംബന്ധിച്ച് ബേരിയം എന്ന് പറയുന്ന ആൾ റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിലാണ്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ്, അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും ആനോഡാണ്. താഴെ ഇരിക്കുന്ന അലൂമിനിയം എന്തായിരിക്കും? കാഥോഡായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കാൻ ഇങ്ങനെയെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. രണ്ടാൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിൽ വരുന്നയാൾ ആനോഡും ബോട്ടത്തിൽ വരുന്നയാൾ താഴെ വരുന്നയാൾ കാഥോഡും ആയിരിക്കും. അത്രയും മതി. ഓക്കെ. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റിയാക്ടിവിറ്റി സീരീസ് നോക്കിയിട്ട് ഈ റിയാക്ഷൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേ ടോപ്പിക്ക് നിങ്ങൾ ഒരു സെല്ല് നിങ്ങൾ ഒന്ന് വരച്ചു നോക്കുക. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ കെമിക്കൽ എനർജിയെ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത് എന്നാണ് പഠിച്ചത്. കെമിക്കൽ എനർജി എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു റെഡോക്സ് റിയാക്ഷൻ നടത്തി ആ റെഡോക്സ് റിയാക്ഷനിലെ ഫ്രീ എനർജിയെ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത് എന്നാണ് ഇത്രയും 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇനി ആ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വശത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ വശം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി എങ്ങനെ മാറ്റാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ നമ്മളൊരു സംവിധാനമൊക്കെ പഠിച്ചു. ആ സംവിധാനത്തിന്റെ പേര് ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെൽ എന്നാണ് എല്ലാവർക്കും അറിയാം. ഗാൽവനിക് സെൽ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റാൻ പോകുന്നത്. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കറണ്ട് കൊടുത്ത് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന പ്രവർത്തനത്തെ പറ്റിയാണ് എനിക്ക് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു സെൽ എടുക്കുന്നു. ആ സെല്ലിൽ ഒരു ബീക്കറേ ഉള്ളൂ. ആ ഒരു ബീക്കറിൽ 2 ഇലക്ട്രോഡ് വരയ്ക്കുന്നു. 2 ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് കൊടുക്കാനോ എടുക്കാനോ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ പോയിന്റുകൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്. 2 ഇലക്ട്രോഡ് വരച്ചിട്ടുണ്ട്. ദെൻ അതിനെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെല്ലിൽ ബാറ്ററി ഇല്ലായിരുന്നു. കാരണം നേരത്തെ ഡിസ്കസ് ചെയ്ത സെല്ലിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുമായിരുന്നു, ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന സെല്ലിൽ ഇലക്ട്രിസിറ്റി കൊടുത്ത് കെമിക്കൽ റിയാക്ഷൻ നടത്താൻ പോവാണ്. അപ്പോൾ നമ്മളോട് ഒരു സെല്ല് ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. മോൾട്ടൺ NaCl ആണ്. മോൾട്ടൺ NaCl. മോൾട്ടൺ NaCl എന്ന് പറയുമ്പോൾ ഉപ്പ് ഉരുക്കിയ ലായനിയാണ്. ലായനി എന്ന് പറയാൻ പറ്റത്തില്ല. ലായനി എന്ന് പറയുമ്പോൾ വെള്ളം അതിനകത്ത് ചേരും. ഇതിപ്പോൾ മോൾട്ടൺ NaCl ആയതുകൊണ്ട് ഉരുകിയ അവസ്ഥയിലുള്ള ഉപ്പാണ്. അതിനകത്ത് വെള്ളമില്ല. ഉരുകിയ അവസ്ഥ ലിക്വിഡ് ഫോമിൽ ഇരിക്കുന്ന ഉപ്പാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ എഴുതിയേക്കുന്ന ഈ പടത്തിലേക്ക് 2 പേരും ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡ്. ഓക്കെ. 2 ഇലക്ട്രോഡ്. ഇത് സെല്ലാണ്, ഫെമിലിയർ ആണ്. മോൾട്ടൺ NaCl നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോലൈറ്റ് എന്നാണ്. ഇലക്ട്രോലൈറ്റ്. ഈ NaCl ഉരുകുന്ന അവസ്ഥയിൽ NaCl ഉരുകുമ്പോൾ NaCl 2ആയിട്ട് മുറിയും, 2ആയിട്ട് ഡിസോസിയേറ്റ്. അതൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആണ്. Na1+ + Cl1-. Na1+ + Cl1- ആയിട്ട് മുറിയും. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഈ സർക്യൂട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഈ സെല്ലിൽ നിന്ന് കറണ്ട് ഈ സൊല്യൂഷനിലേക്ക് വരും. കറണ്ട് ഈ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഇവിടെ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചോണം. കറണ്ട് ഈ സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ NaCl വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഷോർട്ട് ഫോം പഠിക്കണം. ഷോർട്ട് ഫോം ഇതാണ്. ഷോർട്ട് ഫോം LOAP. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ഷോർട്ട് ഫോം എന്തായിരുന്നു? LOAN ആണ്. ലോൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. ലോൺ എന്ന ഷോർട്ട് ഫോം ഗാൽവനിക് സെല്ലിന് വേണ്ടി മാത്രമാണ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന സെല്ല് ഗാൽവനിക് സെൽ അല്ല, അതിന്റെ പുതിയ പേരുണ്ട് ഇലക്ട്രോലൈറ്റിക് സെൽ എന്നാണ്. ഇലക്ട്രോലൈറ്റിക് സെൽ എന്നാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. ആ ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ
ഷോർട്ട് ഫോം ലോപ്പ് എന്നാണ്. ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് പോസിറ്റീവ്. ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ആനോഡ് നെഗറ്റീവ്, ഇവിടെ ആനോഡ് പോസിറ്റീവ്. അപ്പോൾ ഞാനിവിടെ പോസിറ്റീവിൻ്റെ സിമ്പൽ ഇടുന്നു. ആനോഡ് പോസിറ്റീവ് ആണ്, ഇവിടുത്തെ കാനോഡ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി പഠിക്കാൻ എളുപ്പമായി. അപ്പോൾ നമ്മളൊന്ന് നോക്കി, ഒരു ബീക്കറിൽ നമ്മൾ മോൾട്ടൻ NaCl എടുത്തു. ആ മോൾട്ടൻ NaClനകത്ത് NaCl എക്സിസ്റ്റ് ചെയ്യുന്നത് Na+ഉം Cl- ആയിട്ടാണ്. ഒരു Na+ ഒരു Cl- അല്ല, ഇഷ്ടംപോലെ Na+ഉം Cl- ഉണ്ട്. സെല്ല് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോണിൽ കൂടി കറണ്ട് ഇതിലേക്ക് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. ഈ ഇടതുവശത്ത് വരച്ചിരിക്കുന്ന ഇലക്ട്രോഡ്, ഈ സ്ഥലം ഇലക്ട്രോഡ്, ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ആനോഡ് എന്നാണ്. ആനോഡിന്റെ ചാർജ് എന്താണ്? ആനോഡിന്റെ ചാർജ് പോസിറ്റീവാണ്. ഓക്കെ, നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ പോസിറ്റീവ് ചാർജുള്ള ഈ സ്ഥലത്തേക്ക് ആകെ രണ്ടുപേരും സൊല്യൂഷൻ Na+Cl-. പോസിറ്റീവ് ചാർജുള്ള ഈ സ്ഥലത്തേക്ക് ആരായിരിക്കും മൂവ് ചെയ്യുന്നത്? Cl- ആയിരിക്കും. ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ Cl- ആനോഡിലേക്ക് മൂവ് ചെയ്യും. Cl- ആനോഡിലെത്തി. ആനോഡിൽ ഏത് റിയാക്ഷൻ നടക്കുന്നത്? ഓക്സിഡേഷൻ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രക്രിയയാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, Cl-ന്റെ മേളിൽ ഒരു മൈനസ് ആണ് എടുക്കുന്നത്. മൈനസ്, ഒരാളുടെ മേളിൽ മൈനസ് വീഴുന്ന എപ്പോഴാണ്? അയാൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് പേടിച്ചിട്ടിരിക്കുമ്പോഴാണ് അയാളുടെ മുകളിൽ മൈനസ് ഇടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മേളിൽ മൈനസ് ഉള്ളതുകൊണ്ട് ഒരു ഇലക്ട്രോൺ ഓൾറെഡി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ ഇലക്ട്രോണിനെ ക്ലോറിൻ റിലീസ് ചെയ്ത ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത്. Cl gives Cl+1 ഇലക്ട്രോൺ. ആക്ച്വലി നമ്മൾ Cl എന്നല്ല എഴുതണ്ടേ, ഹാഫ് Cl2 എന്നാണ് എഴുതണ്ടേ. അപ്പൊ തൽക്കാലം പഠിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതുന്നു. നമുക്ക് ഉടനെ തന്നെ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ അത് വീണ്ടും കറക്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഞാൻ ഈ Cl- എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്നുകൂടി എഴുതുന്നു. വേറെ ഒരു Cl- കൂടി ആനോഡിലെത്തി ഈ റിയാക്ഷൻ നടത്തി സങ്കല്പിക്കും. ഇതൊന്ന് കൂട്ടി പറഞ്ഞു. 2 Cl-, 2 Cl- gives Cl+Cl, Cl2 +2 ഇലക്ട്രോൺ. കിട്ടിയ? അപ്പൊ ആനോഡ് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ആയതുകൊണ്ട് ആനോഡിലേക്ക് നെഗറ്റീവ് ചാർജുള്ള Cl- അയോൺസ് മൂവ് ചെയ്തു. ആനോഡിലെത്തി. ആനോഡിൽ ഓക്സിഡേഷൻ നടന്നു. ഓക്സിഡേഷന്റെ ഫലമായിട്ട് ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ക്ലോറിൻ ഗ്യാസ് ആണ് ആനോഡിൽ ഉണ്ടായത്. അടുത്തോട് പെട്ടെന്ന് പറഞ്ഞേക്കാം കാഥോഡ്. അറ്റ് കാഥോഡ്, കാഥോഡ് റിയാക്ഷൻ. ആനോഡ് പോസിറ്റീവ് ആണെങ്കിൽ കാഥോഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആകെ രണ്ടുപേരുള്ളതിൽ ഒരാൾ ആനോഡിലേക്ക് പോയി കഴിഞ്ഞു. പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, മറ്റേ ആൾ കാഥോഡിലേക്കായിരിക്കും പോകുന്നത്. നെഗറ്റീവ് ചാർജുള്ള സ്ഥലത്തോട്ട് പോസിറ്റീവ് ചാർജുള്ള Na+ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. Na+ കാഥോഡിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? ആനോഡിൽ ഓക്സിഡേഷൻ. അപ്പൊ കാഥോഡിൽ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. അപ്പൊ Na++1 ഇലക്ട്രോൺ ഗീവ്സ് Na. ഇതാണ് രണ്ട് റിയാക്ഷൻ. അപ്പോൾ എന്താണ് ഈ റിയാക്ഷന്റെ സിഗ്നിഫിക്കൻസ്? ഈ റിയാക്ഷന്റെ സിഗ്നിഫിക്കൻസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ ഉപ്പ് കടലിലുണ്ട്, NaCl. ആ കടലിൽ നമുക്ക് ഉപ്പിനെ വേർതിരിക്കാം. ആ ഉപ്പിനെ ഉരുക്കിയിട്ട് മോൾട്ടൻ ഫോമിലാക്കിയിട്ട് നമുക്ക് അതിൽ കൂടി കറണ്ട് കടത്തിവിട്ടാൽ നമുക്ക് രണ്ട് എലമെന്റുകളെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. ഒന്നാമത്തെ ആൾ ക്ലോറിൻ, രണ്ടാമത്തെ ആൾ സോഡിയം. അപ്പോൾ ക്ലോറിൻ ഗ്യാസിനെ ആവശ്യമുണ്ടെങ്കിൽ ക്ലോറിൻ ഗ്യാസിന്റെ പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ റിയാക്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ക്ലോറിൻ ഗ്യാസും സോഡിയം എലമെന്റും സോഡിയം മെറ്റലും ഫോം ചെയ്തത് സോഡിയം ക്ലോറിനിൽ കൂടി എന്ത് പാസ് ചെയ്തിട്ടാണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഹെഡിങ് മാച്ച് ചെയ്യണം. നോക്കി, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു കെമിക്കൽ എനർജി. NaCl എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ച് ക്ലോറിൻ ഗ്യാസും സോഡിയം എലമെന്റും ഉണ്ടാകുന്ന രാസപ്രവർത്തനം നമ്മൾ നടത്തിയത് ഇവിടുത്തെ കറണ്ട് ഉപയോഗിച്ചിട്ടാണ്, ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിന്റെ കറക്റ്റ് കൺവേർഷൻസ് നമ്മളിപ്പോൾ കവർ ചെയ്തു. നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ്. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the interrelationship between electrical energy and chemical energy. കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി എങ്ങനെ മാറ്റാം എന്ന് പഠിച്ചു. ആ സംവിധാനത്തെ ഗാൽവനിക് സെൽ എന്ന് വിളിക്കും. അതിനുശേഷം നമ്മൾ ആ ഗാൽവനിക് സെൽ പഠിച്ചപ്പോൾ തന്നെ നമ്മളൊരു ഷോർട്ട് ഫോം പഠിച്ചു, ലോൺ. പഠിക്കാനും എളുപ്പമുണ്ട്. 2 ബീക്കറുള്ള സെല്ലാണ് ഗാൽവനിക് സെൽ. അതിന്റെ ഷോർട്ട് ഫോം ആണ് ലോൺ. ഒറ്റ ബീക്കറുള്ള സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. അതിന്റെ ഷോർട്ട് ഫോം ലോപ്പാണ്, ലോപ്പ്. 2 ബീക്കറുള്ള സെല്ലിൽ, ഗാൽവനിക് സെല്ലിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും.
ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ രാസപ്രവർത്തനം നടത്തി കറണ്ട് ഉണ്ടാക്കും. ഒറ്റ ബീക്കറുള്ള സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റും. അതായത് കറണ്ട് കൊടുത്ത് രാസപ്രവർത്തനം നടത്തും. അപ്പോൾ ഈ രണ്ട് സെല്ല് നമ്മൾ 2 ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്തു. ഈ 2 സെല്ലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഈ 2 സെല്ലുകളിൽ നടക്കുന്ന റിയാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹോംവർക്ക് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു ഗാൽവനിക് സെൽ, ഇഷ്ടപ്പെട്ടൊരു ഗാൽവനിക് സെൽ വരയ്ക്കുക, അതിലെ സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുക, റിയാക്ഷൻസ് വരയ്ക്കുക. അതൊന്ന് വരച്ച് നോക്കിയിട്ട് ഡൗട്ടുകൾ നമ്മൾ ഇനി വരുന്നൊരു സെഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ 2 ക്ലാസ്സുകളിലെയും ടോപ്പിക്കുകൾ നന്നായിട്ട് എഴുതിയെടുത്ത് വായിക്കുക. വായിച്ചിട്ട് ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്യാൻ നമുക്കൊരു അടുത്ത ക്ലാസ്സിലൊരു സെഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുവരെ നിങ്ങൾ ടെക്സ്റ്റ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ സൈറ്റിലൊക്കെ ടെക്സ്റ്റ് കിടപ്പുണ്ട്. ആ ടെക്സ്റ്റ് സർക്കാരിൻ്റെ സമഗ്രയിലൊക്കെ അതിൻ്റെ ടെക്സ്റ്റും അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പറ്റുന്ന ആൾക്കാർ ആക്ടിവിറ്റി ഒക്കെ നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കുറിച്ച് വയ്ക്കുക. അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം.